ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും എൻ്റെ വക ഒരു ചോദ്യമുണ്ട്. ഈ സീരീസിലെ ഏറ്റവും കൂടുതൽ ഓടുന്നതാര്? എ നടൻ, ബി വില്ലൻ, സി ക്യാമറമാൻ, ഡി ഡയറക്ടർ. ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പിസോഡ് കാണാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തില് 2006 ഒരു സംഭവമാണ് കാണിക്കുന്നത്. ജെയ്ജു ഐലൻഡ്. കിം ഇങ്ങനെ ഒരു ഹോട്ടലിലോട്ട് നടന്നു വരികയാണ്. വോയിസ് ഓവർ കേൾക്കാം. ഇന്നേക്ക് മുതൽ 3 ദിവസം US പ്രസിഡന്റിന്റെ ഇളയ മോള് ജെയ്ജു ഐലൻഡിൽ വരും. ഒരാഴ്ചത്തെ വെക്കേഷനാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, ഇതായിട്ട് ചേർന്ന് കുറച്ച് ആൾക്കാര് കിഡ്നാപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവള് പറയുന്നത് കൊറിയൻ സെക്യൂരിറ്റി ഒന്നും വേണ്ടെന്ന്, എന്തോ പ്രൈവസിക്ക് കുഴപ്പമാകുമെന്ന്. അവളുടെ തൊട്ട് താഴെയുള്ള മുറി ഞാൻ എടുത്തിട്ടുണ്ട്. അവള് പോകുന്നത് വരെ അൺഒഫീഷ്യലായിട്ട് നിനക്ക് എല്ലാ സൗകര്യവും അവിടെ കാണും. റൂം 1306 എനിക്കൊരു റിസർവേഷൻ ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണേ സാർ. അയ്യോ സാർ, ആ റൂമിൽ ആരോ ഉണ്ടല്ലോ. ആരാ അത് നമുക്ക് ഗസ്റ്റിന്റെ ഇൻഫർമേഷൻ അങ്ങനെ തരാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാ റൂം കാണിക്കുന്നു. ഇതായിരിക്കുന്നു നമ്മുടെ റോക്ക് സ്റ്റാർ ഗൗതം എന്ന മട്ടില് ജിൻജിയോള്. അവിടെ ഗിത്താറും വായിച്ച് ഗിത്താറിന്റെ ബാഗില് കമ്പ്യൂട്ടർ ഫിക്സ് ചെയ്ത് എന്നിട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആരോട് സംസാരിക്കുന്നുണ്ട്. ശരി, ഞാനത് റെഡിയാക്കാം. ആള് ക്യൂടെക്സ് ഒക്കെ ഇട്ട് നല്ല വൈബിലിരിക്കുകയാണ്. അപ്പുറത്തെ ആള് പറയുന്നുണ്ട്, മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറച്ച് വെയ് ഇവിടെ. എന്നാ പിന്നെ ഞാൻ 1506 റൂം എടുക്കാം. അയ്യോ, അതും ബുക്ക്ഡ് ആണല്ലോ. അങ്ങനെ ആ റൂം കാണിക്കുന്നു. തായ്ക്കൊണ്ടോ ഇവിടെ ഏതോ ഒരു പോസിൽ നിൽക്കുകയാണ്. അവിടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ ട്രാക്കിംഗ് റെഡി ആയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കിം ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഒരാൾ കയറി വരുമ്പോ വെയിട്രസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല മുടിയുണ്ടല്ലോ. അത് ജിൻജിയോളാണ്. ആള് വന്ന് കിമ്മിന്റെ മുമ്പിൽ ഇരിക്കുന്നു. കുറെ നാളായല്ലോ 66. എല്ലാരും നിന്നെ ശ്രദ്ധിക്കും. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്നെ കണ്ട ആൾക്കാർ സംശയിക്കും. പിന്നെ നിന്നെ കണ്ട ഒട്ടും സംശയിക്കത്തില്ലല്ലോ. ആ ക്യാപ്പും താഴോട്ട് വെച്ച് നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അവർക്ക് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം, നീ അത് ബഹുമാനിക്കണം എന്ന് പറഞ്ഞങ്ങോട്ട് നോക്കുമ്പോഴാണ്, അത് നോക്കൂ, ആരും സംശയിക്കത്തില്ല. അപ്പോഴാണ് തായ്ക്കൊണ്ടോ യൂണിഫോമിന്റെ മേളില് ഒരു ജാക്കറ്റ് എടുത്തിട്ട് നല്ല സ്റ്റൈലിന് കയറി വരുന്നത്. ഇത് ആൾക്കാരെന്താ സംശയിക്കൂല, വട്ടാന്നേ വിചാരിക്കൂ. അവൻ അവിടെ വന്നിരിക്കുന്നു. ഞങ്ങളെ നാണം കെടുത്താതെ ഇവിടുന്ന് പോയേ. അവനെ നോക്കണ്ട, നമുക്ക് അറിഞ്ഞൂടാത്താണ് ആക്ട് ചെയ്യും. ഇത് നിർത്താൻ നോക്ക്, നമുക്കൊരു മിഷൻ ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങളോടൊരു കാര്യം, ആൾക്കാരുടെ കയ്യിൽ നിന്ന് അധികം അറ്റൻഷൻ വാങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ്സ് മാറാൻ നോക്കിയേ. കൊറിയൻസ് ട്രെൻഡിനൊത്ത് പോകുന്ന ആൾക്കാരാന്നല്ലേ എല്ലാരും പറയാറുള്ളത്. എന്ത് പൊട്ടത്തരാ. നീയാ പൊട്ടൻ, നീ ഡബിൾ പൊട്ടൻ, നീ ത്രിബിൾ പൊട്ടൻ, നീ 900 പൊട്ടൻ. പൊട്ടൻ നീ 900 എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പൊട്ടനെന്ന്, നീ പറഞ്ഞു ഡബിൾ പൊട്ടനെന്ന്, ഞാൻ പറഞ്ഞു ത്രിബിൾ പൊട്ടനെന്ന്. പിന്നെ നീ എന്തോ പറയണ്ടേ? ഫോബിൾ പൊട്ടന്. കിമ്മിനൊന്നും മിണ്ടാനില്ല. മതി, നിങ്ങൾ രണ്ടുപേരും ഈ മിഷൻ ഉള്ളത് എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്റെ വഴി നിൽക്കരുത്. ഈ മിഷൻ കുളവാക്കിയ ഞാൻ അത് വിട്ടേക്കത്തില്ല. താൻ ഓർത്തെ, നിനക്കിങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നേ? നിന്റെ വഴി കയറിയുന്ന നീ എന്തോ ചെയ്യും അങ്ങോട്ട്. അതങ്ങ് വിട്ടേക്ക്. അവനെപ്പോഴും എങ്ങനാന്ന് തായ്ക്കൊണ്ടോ ഇവനെക്കാട്ടിലും ശല്യം നീയാ. അവൻ നോർത്തി കിടന്ന് കഷ്ടപ്പെട്ടെന്ന് പറയാം, നീയാ വെറുതെ എയറിൽ പോയിട്ട് കണ്ട തടിയൊക്കെ അങ്ങ് ഒടിച്ചിടും, അതല്ലേ? അപ്പോഴിവൻ ചാടി എണീക്കുന്നു. ജിൻജിയോള് ഫുഡങ്ങ് മാറ്റുവാണ്. ടേബിള് പൊട്ടിപ്പോന്നു. പറന്ന് നിൽക്കുന്ന ഫുഡ് മുളകുമായിട്ട് ജിൻജിയോള് അപ്പോഴേ അങ്ങ് പാക്കാക്കി. എന്നിട്ടത് കഴിക്കുകയാണ്. കിം ഇങ്ങനെ നോക്കി വെക്കുന്നു. വെറുതെ ട്രെയിനിങ് മാത്രം ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ആരാ അത് പറയുന്നത്? നീണ്ട മുടി പ്രേതോ? ഇവിടെ കിടന്ന് ചലിക്കുന്ന നിർത്തിയിട്ട് വെളി വരാൻ നോക്ക്. എന്നിട്ട് രണ്ടും കൂടെ വെളി വന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കാണ്. റോക്ക് ആൻഡ് റോൾ. അകത്ത് കിം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുറകില് ശരിക്കടിയാണ്. ആൾ ആലോചിക്കുകയാണ്, ഒരാളുള്ളതിനെക്കാട്ടിലും നല്ലതല്ലേ രണ്ടുപേരും ഉള്ളതിനെക്കാട്ടിലും നല്ലതല്ലേ 3 പേര്? ശരിക്കും അത് കട്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിലെ ഭാഗമാണ് കാണിക്കുന്നത്. മിഞ്ചി റോഡിൽ നിന്ന് തിരയാണ്. എന്നിട്ട് ഒരു കാറ് കാണുമ്പോൾ വിളിക്കുന്നു, പ്ലീസ് ഒന്ന് നിർത്ത്. ആ കാറ് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആൾ ഓടിച്ചെന്ന് താങ്ക് പറഞ്ഞ് കാറിൽ കയറുകയാണ്. എനിക്ക് റൈഡ് തന്നതിന് നന്ദി. അത് കട്ട് ചെയ്ത് ജൂ പറയാണ്, ഹേരിക്ക് ഭാഗ്യമുള്ളതിന്റെ പ്രൂഫായത് നമ്മുടെ മുമ്പിൽ തന്നെ ഇല്ലേ. അവൾ ഇങ്ങനെ കിടക്കുവാണ്. അത് കട്ട് ചെയ്ത് SMD പറയാണ്, അവളുള്ള പോയിന്റിലോട്ട് പോവാൻ നോക്ക്. ഡിസ്മിസ്. എല്ലാരും പിരിയുന്നു. സാങ് ഒന്ന് നിന്നിട്ട് പതിയെ ഫോണിലോട്ട് നോക്കുകയാണ്. ഇവിടെ കിമ്മിന് മെസ്സേജ് വരുന്നു. മിഞ്ചി നാഷണൽ ഹൈവേ 87 നിന്ന് ഒരു കാറിൽ കയറിപ്പോയി. അത് ജുഹ കൺസ്ട്രക്ഷന്റെ വണ്ടിയാ. അപ്പൊ ആൾ ഓർക്കാണ്, നീ ജൂ പറഞ്ഞിട്ട് വന്നതാ? നോക്ക്, ജൂടെ മോള് ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങളാകെ ബോഡി നോക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് ആളിങ്ങനെ നിൽക്കാണ്. അങ്ങോട്ട് തായ്ക്കൊണ്ടുവരുന്നു. ഹൻസു, മിഞ്ചിക്ക് ജീവനുണ്ട്. അങ്ങനെ രണ്ടുപേരും ഓടിച്ചു പോവാണ്. ഇവിടെ ജൂഡ ആൾക്കാരെല്ലാം കാറിൽ കയറാണ്. ചീഫ് നാം ഇതുവരെ മഞ്ഞപ്പല്ലനെ ശരിയാക്കാൻ പറഞ്ഞിട്ടവനെ കണ്ടില്ല, അവനത് നോക്കിയിട്ട് വന്നോളൂ. ഇവിടെ കിം ചോദിക്കാണ്, ഹൻസു കുറച്ച് സ്പീഡിന് ഓടിക്കാവൂ? ഇതിൽ കൂടുതൽ സ്പീഡില്ല. ഒന്നാമത് ഈ വണ്ടി, പിന്നെ നമ്മള് 2 വയസ്സായവരും. ആക്ക് മെസ്സേജ് വരുന്നു, മിഞ്ചിയുടെ ലൊക്കേഷൻ കിട്ടി. അത് കട്ട് ചെയ്ത് ജൂ ഇവിടെ കാറിൽ നിന്ന് ഇറങ്ങാണ്. എന്നിട്ട് പറയുന്നു, അവളെ റെഡിയാക്കി സ്റ്റഡി റൂമിൽ കൊണ്ടിരുത്ത്. യെസ് സാർ. ഇവൻ വന്ന് ഡോർ തുറക്കുന്നു. ആളിവിടെ ഫോണിൽ നോക്കുകയാണ്. നീ എന്താ ചെയ്യുന്നേ?
അല്ല, ഞാൻ വീട്ടിലോട്ട് വിളിച്ച അത് പിടിച്ചു നോക്കുന്നു. അത് പിന്നെ ചെയ്യാം, ഇറങ്ങ്. എന്നിട്ട് ആളെ കൊണ്ടുവരാണ്. അവിടെ 2 മെയ്ഡ്സ് ഉണ്ട്. ഇതുവഴി പ്ലീസ്. എന്നിട്ട് അവക്കുള്ള ഡ്രസ്സ് വെച്ചിട്ട് പോന്നു. ഇവിടെ ജൂ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മിഞ്ചി അങ്ങോട്ട് വരുന്നത്. വാ, വന്നിരിക്ക്. എങ്ങനെയുണ്ട് മിഞ്ചി? എനിക്ക് ആദ്യം കണ്ടപ്പോ നിന്നെ മനസ്സിലായില്ല. മൊത്തം കുതിർന്ന് നനഞ്ഞിരുന്നല്ലേ? ആ, എനിക്ക് കുഴപ്പമില്ല. നീ അവിടെ വരാൻ നിനക്ക് എന്താ സംഭവിച്ചത്? ഞാൻ ഹേരിയായിട്ട് ഫൈറ്റ് ചെയ്തതിന് സോറി. പിന്നെ എന്നെ രക്ഷിച്ചതിന് താങ്ക് യു. അതല്ല ഞാൻ ചോദിച്ചത്, നീ എന്താ അവിടെ നിന്നേന്ന്. ഓ, അതെന്താന്ന് വെച്ചാ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ ആ വെയർ ഹൗസിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ജൂ ഒന്ന് നോക്കിയിട്ട് ചോദിക്കാണ്. അപ്പോ നീ ഓടി വരുന്നതിന് മുമ്പ് നീ ആ വെയർ ഹൗസിലായിരുന്നു? ആ, അതെ. നിനക്ക് ഏറ്റവും അവസാനം ഓർമ്മയുള്ളത് എന്താ? അത് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ആളിങ്ങനെ ഇരിക്കുന്നു. ജൂ ഒന്ന് നോക്കാണ്. ആ കോൾഡ് സ്റ്റോറേജിൽ എന്താ സംഭവിച്ചേ? നീ ആരെങ്കിലും കണ്ടോ? ആ, ഞാൻ കണ്ടു. ഒരു ഗുണ്ടെ പോലെ ഇരിക്കുന്ന ആളെ. പക്ഷെ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ അവനോട് സംസാരിച്ചോ? ഇല്ല. അയാള് എന്റെ നേർക്ക് കത്തിയും കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ ഓടി. അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മഴ കാരണം ഞാൻ കേട്ടില്ല. ഓ, അങ്ങനെയല്ലേ? ആള് പെട്ടെന്ന് ചോദിക്കുകയാണ്. ആ, സാറിന്റെ ഫോണും തരാൻ പറ്റുമോ? ഞാൻ അച്ഛനെ വിളിച്ചു പറയാം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ. അത് ഞാൻ സമ്മതിക്കില്ല. എന്താ? അത് ഞാൻ സമ്മതിക്കില്ല. കാരണം പേര് നിന്നെ കൊല്ലാൻ നോക്കിയതാ. ആളിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവളുടെ അച്ഛനായിട്ട് എന്ത് ചെയ്യണം? ഞാനൊന്നും കണ്ടില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഇതൊക്കെ പറയുമ്പോ ഇമോഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അഭിനയിക്കാൻ പോലും നിനക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ കാറിൽ കയറി ഉറക്കം നടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ. സംഭവം കാണിക്കാണ്. ജൂ പറയാണ്, എനിക്ക് ഭാഗ്യമുള്ളതിന്റെ പ്രൂഫായത്. അവളെ തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചില്ലേ? ഇത് കേട്ട് ആള് ഉറക്കം നടിക്കുകയാണ്. ഇവിടെ പ്രസന്റില് ആള് ഓടി അകത്തേറാണ്. ജൂ ചിരിക്കുന്നു. അസിസ്റ്റന്റുമാര് ഇവളെ പിടിച്ചോണ്ട് വരികയാണ്. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. എനിക്കെന്റെ ഹേരിയെ നല്ല കാര്യവും ഭയങ്കര സ്നേഹവും. അവൾ എന്ത് ചെയ്താലും അതെനിക്കൊരു തെറ്റല്ല. ഞാൻ അതെല്ലാം മറയ്ക്കും. അതൊരു വലിയ തെറ്റല്ലെങ്കിൽ പോലും. ആളിവിടെ സിറിഞ്ച് തയ്യാറാക്കുന്നുണ്ട്. ഞാനിതെങ്ങനെ മറയ്ക്കാൻ പോകുന്നറിയാവോ? ഏതോ ഒരു ഗുണ്ട ഒരു ഫീമെയിൽ ഹൈസ്കൂളറായ കിം മിഞ്ചിയെ കിഡ്നാപ്പ് ചെയ്തു. എന്നിട്ട് രണ്ടുപേരെ ഒരുമിച്ച് കാണാതായി. എന്തായാലും അവനെ ഇപ്പൊ കാണാനില്ല. ഇനിയുള്ളത് നീയും കൂടെ ഇവിടുന്ന് പോയാ മതി. പ്ലീസ് പ്ലീസ് അച്ഛാ, എന്നെ കൊല്ലരുത്. ആളിവിടെ സിറിഞ്ച് കുത്താൻ റെഡിയാകുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. SMDക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. ഇവൻ തുറക്കുന്നില്ല എന്ന് ആക്ഷൻ കാണിക്കുകയാണ്. നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിവിടെ സമാധാനത്തിനല്ല വന്നത്. കാർ ഇടിച്ച് ഗേറ്റ് പൊളിച്ച് കയറ്റുവാണ്. 3 ഇവിടത്തല്ലാത്ത വാഹനങ്ങൾ അകത്തേറിയിട്ടുണ്ട്. നിങ്ങൾ എവിടാന്നറിയാവോ? ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുക. ആള് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ഞാൻ എവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല. ഇതിന്റെ ഉള്ളിലൊരു പെണ്ണില്ലേ? ഇവിടെ ഒരുത്ത വന്ന് പറയാണ്, സാർ കുറെ വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആളിങ്ങനെ നിന്നിട്ട് പറയാണ്, ഇവളെ ബേസ്മെന്റിൽ കൊണ്ടുപോയി. SMDക്കാരെല്ലാം അകത്ത് കയറുകയാണ്. ഇവിടെ ജൂ വൈസ് മിനിസ്റ്ററെ വിളിക്കുകയാണ്. ഓ, ചെയർമാൻ ജൂ, എന്നെ വിളിക്കാൻ കാര്യം എന്താ? ഇവരെല്ലാം അകത്ത് കയറി തപ്പല് തുടങ്ങി. അടുക്കളയിലും ഓരോ റൂമിലും എല്ലായിടത്തുമായിട്ട് തിരയാണ്. അതോ എന്തൊരു വലിയ വീടാ. അങ്ങനെ തപ്പിച്ചെന്ന് കേറുന്നത് ജൂ ഉള്ള സ്ഥലത്താണ്. നീ ഇവിടെ ഒറ്റയ്ക്കുള്ളായിരുന്നിട്ടും പക്ഷെ നിന്നെ ഫേസ് ചെയ്ത് ഇവിടെ ഒരു കസേരയുണ്ട്. നിനക്കേതോ ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. നീയല്ലേ ജുഹ കൺസ്ട്രക്ഷന്റെ ചെയർമാൻ? ശരിയാ. നിങ്ങളാരാ? ഞാനൊരു സിവിൽ സർവന്റാന്ന് വിചാരിച്ചോ? നിങ്ങളെ കണ്ടിട്ട് പോലീസിലുള്ളതുപോലെ ഇല്ല. അതോ NIS-ഓ അതോ SMD-യോ? ഇവനൊന്ന് നോക്കിയിട്ട് ചിരിക്കുകയാണ്. എനിക്ക് ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടല്ലോ. ഗവൺമെന്റുമായിട്ട് നല്ല അടുപ്പമല്ലേ? എന്തായാലും കാര്യത്തിലോട്ട് വരാം. ഞാൻ SMD-യുടെ ഡയറക്ടർ. ഞാൻ ഇവിടെ കിം മിഞ്ചിയെ കണ്ടുപിടിക്കാൻ വന്നതാ. എനിക്കറിയാം അവളിവിടെ ഉണ്ടെന്ന്. ഇന്ന് ഒരാള് സിഗരറ്റ് അടിക്കാൻ പോവാണ്. എന്റെ ഗേറ്റ് പൊളിച്ച് നിങ്ങൾ അകത്ത് എറിയത് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സിഗരറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതെടുത്ത് എറിയാണ്. ദാ തെണ്ടി, ഞാൻ ഇത്ര സമാധാനത്തിൽ സംസാരിച്ചിട്ട് നിനക്ക് ഇങ്ങോട്ട് അത് കാണിക്കാൻ വയ്യ. കിം മിഞ്ചി എന്തി? SMD-യുടെ ഡയറക്ടറായിട്ട് നിനക്കെന്ത് പവറാ ഉള്ളത്? ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ആക്ഷേപിക്കാൻ? ഡാ ചെയർമാൻ ജൂ, നിനക്ക് അന്നിട്ട് മനസ്സിലായില്ലേ? എന്റെ ആൾക്കാര് ഫുള്ള് ഇവിടെ നോക്കുന്നുണ്ട്. ഞങ്ങൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയില്ല. ഇവിടെ ഇവരെല്ലാം തപ്പിയിട്ടു എന്ന് പറയാണ്. ഫുള്ള് നോക്കി, സെക്കൻഡ് ഫ്ലോർ നോക്കി, ബേസ്മെന്റ് നോക്കി, അവിടെ എങ്ങും ഇല്ല. ഒരു സൗണ്ട് കേട്ട് ആള് നോക്കാണ്. അതെന്താ അത്? ഇവിടെ ഞാൻ എല്ലാരെയും അടിച്ചിടുവാണ്. നിർത്താൻ നോക്ക്, ഞങ്ങൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയില്ല. ഇവന് അതൊന്നും മൈൻഡല്ല. വരുന്നവരെയൊക്കെ കറക്കിങ്ങിടാണ്. എന്നിട്ട് ഈ തോക്ക് ചൂണ്ടിയവനോട് പറയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യും. അതും തട്ടി വാങ്ങി അവനെ അവിടെ ഇടിച്ചിടുകയാണ്. അപ്പോഴാണ് ഇവിടെ കിമ്മും തായ്ക്കൊണ്ടോയും കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ, നമ്മളെ ഈ SMDക്കാര് പൊട്ടിച്ചല്ലോ. എന്തായാലും ആരാദ്യം വന്നാലും കുഴപ്പമില്ലല്ലോ. SMDയും ജൂവും എല്ലാം ഇപ്പൊ മിഞ്ചിയുടെ പുറകില. നമ്മൾ വേണ്ടാത്തത് ചെയ്ത അവൾ അപകടത്തിലോ? പിന്നെന്ത് ചെയ്യാന്? വെറുതെ നോക്കിയിരിക്കാനോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ സാങ്ങയും ലോണ്ട്രി. ഇതിൽ അവരല്ലേ? ഇവര് രണ്ടുപേരും ഇറങ്ങി വരികയാണ്. കിം നോക്കിയിട്ട് പറയുന്നു, ഹൻസു, നമുക്ക് രണ്ടായിട്ട് പിരിയാം. അപ്പോഴാണ് ഇവിടെ SMDക്കാരനിൽ ഒരുത്തനെ അസിസ്റ്റന്റ് അടിച്ചിട്ട് കയറി വരുന്നത്. കണ്ടിട്ട് നിനക്ക് ആ കാര്യം മനസ്സിലാവാത്തേന്ന് തോന്നുന്നു. അപ്പോ ആക്ക് വൈസ് മിനിസ്റ്ററിന്റെ കോൾ വരികയാണ്. നീ എന്തായി ചെയ്യുന്നത്? അവിടുന്ന് വേഗം ഇറങ്ങാൻ നോക്ക്. പക്ഷെ സാർ,
കോള് കട്ട് ചെയ്യുന്നു. ജു ചിരിക്കുകയാണ്. ഇവൻ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ സാങ്ങയും ലോണ്ടറിയും കൂടെ ആരും അറിയാതെ കയറുവാണ്. ലോണ്ടറി കയറുമ്പോ കല്ലി ചവിട്ടുന്നുണ്ട്. സൗണ്ടും കേട്ടു. എന്തോ ചെയ്യും? എന്നിട്ട് രണ്ടുപേരും കൂടെ പതിയെ നടന്നു വരുന്നു. അവർ ഓരോ റൂമിലും എല്ലായിടത്തുമായിട്ട് നോക്കുവാണ്. ഇവിടെ SMD ദേഷിച്ചിറങ്ങിക്കൊണ്ട് വരികയാണ്. വന്നു നോക്കുമ്പോ എല്ലാണത്തെ അടിച്ചിട്ടേക്കുന്നു. എല്ലാണോ ഇറങ്ങും. നാം ഇവരുടെ പുറകിൽ വരുന്നു. ഇവരെല്ലാം വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാക്കാണ്. ഇത് നോക്കി നാമും ആൾക്കാരും അവിടെ നിൽപ്പുണ്ട്. അപ്പോ ഒരു വണ്ടിയുടെ താഴെ ഹൻസുവിന്റെ ബെൽറ്റ് ആണ്. കിം ഇത് നോക്കുന്നു. ഈ ഇറങ്ങിയ ആൾക്കാര് ഓരോ സ്ഥലത്തെത്തുമ്പോ ഓരോ വണ്ടികളെ പല സ്ഥലത്തായിട്ട് വളയ്ക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ആൾക്കാരിറങ്ങി വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ SMD ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് സാങ്ങയും ലോണ്ടറിയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങോട്ട് SMD ആൾക്കാരും വരുന്നു. ലോണ്ടറി വന്ന് ഡോറ് തുറക്കുകയാണ് കാറിന്റെ. അപ്പോഴാണ് മിഞ്ചി കാറിൽ നിന്ന് ഇറങ്ങുന്നത്. സംഭവം എന്താ നടന്നതെന്ന് വെച്ചാ